യേശുവിൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, തീച്ചൂളയിൽ നിന്ന് നീരാവിയും പുകയും ഗമിക്കുന്ന പോലെ നിന്ന രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാകുന്നു. പ്രഭാഷകൻ 22-24. തീച്ചൂളയിൽ നിന്ന് നീരാവിയും പുകയും അത് ജ്വലിക്കുന്നതിന് മുമ്പ് പുറത്തേക്ക് വരുന്നത് പോലെ നിന്ദനം രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ്. കൊലപാതകവും അടിയും എല്ലാം അവസാനമേ വരുള്ളൂ. അതിനു മുമ്പ് നമ്മുടെ നാവിൽ, ആരുടെ നാവിലാണെങ്കിലും നിന്ന കൊതിച്ചുയരുമ്പോൾ അത് രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ്. എന്ന് വെച്ചാൽ വചനം പറയുന്നതിന് ചുരുക്കം, ഞാൻ മനസ്സറിഞ്ഞ ഒരാളെ മനസ്സറിഞ്ഞ് നിന്ദിച്ചാൽ അതൊരു രക്തച്ചൊരിച്ചിൽ തന്നെയാണെന്നാണ്. രക്തച്ചൊരിച്ചിലിൻ്റെ മുന്നോടിയാണ് നിന്ന. മനസ്സറിഞ്ഞ് ഒന്നും നോക്കാതെ അപഹസിക്കാൻ വേണ്ടി, പരിഹസിക്കാൻ വേണ്ടി, താഴ്ത്തിക്കെട്ടാൻ വേണ്ടി തന്നെ ഞാൻ എൻ്റെ നാവ് തുറന്നാൽ ഞാൻ കൊന്നില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് രക്തച്ചൊരിച്ചിൽ തന്നെയാണ്. ഒരു ചൂള ജ്വലിക്കുമ്പോൾ അത് ജ്വലിക്കും മുമ്പ് തന്നെ പുകയും നീരാവിയും പുറത്തേക്ക് വരും പോലെ നിന്നയുള്ള നാവിൻ്റെ തൊട്ടു പിന്നാലെ രക്തച്ചൊരിച്ചിൽ വരും. ഇപ്പൊ കത്തി ജ്വലിച്ചില്ലെന്നേ ഉള്ളൂ, നിന്ദനം ഒരുതരം കത്തിജ്വലിക്കലാണ്. തുടർന്ന് തീച്ചൂള കത്തിയാൽ എന്നവണ്ണം കൊലപാതകവും നാശവും വരും. ആരെയും മനസ്സറിഞ്ഞ് നിന്ദിക്കാതിരിക്കാൻ, മനഃപൂർവ്വം നിന്ദിക്കാതിരിക്കാൻ ഒരു അഭിഷേകം ചോദിക്കണം.